മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. ഞാൻ ആസ്ട്രോളജർ ഗണപതി നിലയം മോഹൻദാസ്. 1201 കർക്കിടക മാസത്തിലെ മാസഫല പ്രവചനങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കെല്ലാം അറിയാവുന്ന പോലെ കർക്കിടക മാസം നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം, മലയാളത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആധ്യാത്മിക മാസമാണ്. പണ്ടത്തെ കാലത്ത് ഇപ്പല്ല, ഭയങ്കര മഴയും കാറ്റും ഇരുട്ടും അതേമാതിരി ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും ഒക്കെ ഉണ്ടായിരുന്നൊരു കാലത്ത് നമ്മുടെ സമുദായം നിരാശയിലേക്കും ദുഃഖത്തിലേക്കും പോവാതിരിക്കാൻ അവർക്കൊരു ആധ്യാത്മികമായിട്ടുള്ള ഉണർവ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കർക്കിടക മാസം ഇതുപോലെ രാമായണ മാസമൊക്കെ ആയിട്ട് ആചരിച്ചതും. എല്ലാ രീതിയിലും വിഷമിച്ച് ബുദ്ധിമുട്ടി നിൽക്കുന്ന ജനങ്ങൾക്ക് അവരുടെ മനസ്സിലേക്ക് ഏറ്റവും അവസാനത്തെ ആശ്രയം എന്താണ്? നമുക്കെല്ലാവർക്കും അറിയാം, ദൈവം തന്നെയാണ് ഏറ്റവും അവസാനം. എന്തൊക്കെ ദുരിതം വന്നു കഴിഞ്ഞാലും ആരൊക്കെ നമുക്ക് സഹായം ഉണ്ടെന്നുണ്ടെങ്കിലും ഈശ്വരൻ തന്നെയാണ് യഥാർത്ഥത്തിൽ എല്ലാ മനുഷ്യൻ്റെ അഭയസ്ഥാനം. അപ്പോൾ എന്തെല്ലാം ഭൗതികപരമായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും ആധ്യാത്മിക ശക്തിയെ ഉണർത്തി കഴിഞ്ഞാൽ അതിനെ നേരിടാം എന്നുള്ളത് നമ്മുടെ പിതൃക്കളായിട്ടുള്ള കാരണവന്മാർക്കറിയായിരുന്നു. അപ്പോൾ അവരായിട്ട് ഉണ്ടാക്കിയതാണ് ഈ സിസ്റ്റവും സംരംഭമൊക്കെ. നമ്മളും അതിനോട് ചേർന്ന് ക്ഷേത്ര ദർശനം, രാമായണ പാരായണം, അതുപോലുള്ള കാര്യങ്ങളിലെല്ലാം പങ്കെടുക്കുകയും വീട്ടിൽ വിളക്ക് വെച്ച് പ്രാർത്ഥന, അതുപോലെ പണ്ടത്തെ കാലത്ത് നടന്നതായി. പണ്ടൊക്കെ 10 പൂ വയ്ക്കലൊക്കെ ഉണ്ട്. ഇപ്പോൾ 10 പൂ എന്ന് വെച്ചാൽ എന്താണെന്ന് ഒരു ആൾക്കാർക്ക് അറിയാൻ പാടില്ല. കർക്കിടക മാസത്തിൽ മുത്തശ്ശിമാർ സന്ധ്യവിളക്കൊക്കെ കത്തിച്ച് 10 പൂവൊക്കെ വയ്ക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ദേവിയെ ഉദ്ദേശിച്ച് വെക്കുന്നതാണ്. അതൊക്കെ വയ്ക്കുന്ന കുടുംബങ്ങളിൽ വലിയ ഐശ്വര്യവും കാര്യങ്ങളും ധനാഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാവുമെന്നാണ് കാഴ്ചപ്പാട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ വന്നേക്കണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിഥുനക്കൂറുകാരുടെ കർക്കിടക മാസ ഫലം എന്താണെന്നുള്ളത് പറയാനായിട്ടാണ്. മിഥുനക്കൂറുകാർക്ക് പൊതുവെ നല്ല സമയമാണ്. 2-ാം തീയതി നടന്ന വ്യാഴമാറ്റം അവർക്ക് വളരെ അനുകൂലമാണ്. കർക്കിടക മാസത്തിൽ സംഭവിച്ചത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ, ഈ 2-ാം സ്ഥാനത്തേക്ക് കർക്കിടകത്തിലേക്ക് വ്യാഴവും സൂര്യനും കൂടി ഒരുമിച്ച് യോഗം ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. വ്യാഴത്തിൻ്റെ കൂടെ ആദിത്യനും കൂടി യോഗം ചെയ്ത് നിൽക്കുന്നു. ആദിത്യൻ വിക്രമാധിപതിയാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 3-ാം ഭാവത്തിൻ്റെ ആളാണ്. അപ്പോൾ ഇച്ചിരി ഇടുത്തിയാട്ടം, ആലോചനയില്ലാത്ത പ്രവൃത്തികൾക്കൊക്കെ കൂടുതൽ മിഥുനക്കൂറുകാർക്ക് കാര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ വളരെ സൂക്ഷിക്കുക. വാക്ക് വളരെയധികം സൂക്ഷിച്ച് ഉപയോഗിക്കുക. അതുമാതിരി കടം കൊടുക്കുക, കടം മേടിക്കുക. കാര്യം 2-ാം ഭാഗത്ത് വ്യാഴം ഉണ്ടെങ്കിലും സൂര്യയോഗം ഒക്കെ ഉണ്ടായിരുന്നതിൻ്റെ പേരിൽ സാമ്പത്തികപരമായിട്ടുള്ള ക്രിയകളെല്ലാം വളരെ സൂക്ഷിക്കുക. മക്കളോടൊക്കെ ഉള്ള സമീപനം വളരെ സൂക്ഷിച്ചും കണ്ടും വേണം. പ്രത്യേകിച്ച് വ്യാഴം ഇപ്പോൾ നല്ല സ്ഥാനത്തൊക്കെ അങ്ങനെ മക്കളുടെ ഭാഗത്തുനിന്ന് ഒന്നും കുഴപ്പമുണ്ടാവില്ല. വ്യാഴം സന്താനകാരകനാണ്. അതാണ് പ്രത്യേകം പറയുന്നത്. എനിക്ക് ഫീസ് കൊടുക്കണം, അത്ര രൂപ വേണം, ഇത്ര രൂപ വേണം എന്നൊക്കെ പറഞ്ഞ് ക്യാഷൊക്കെ കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു മാസം നമ്മൾ കൃത്യമായിട്ടൊന്ന് ആലോചിക്കണം. ഇത്രയും പൈസ ആവശ്യമുണ്ടോ, ഈ ക്യാഷ് കൊടുക്കുന്ന കാര്യത്തിനൊക്കെയാണോ വിനിയോഗിക്കുന്നത്. അത് ശാസ്ത്രം ചാടിത്തുള്ളിയൊന്നുമല്ല. അതൊക്കെ നമ്മൾ വളരെ ബുദ്ധിപൂർവമായിട്ട് ചെയ്യണം എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. അതേമാതിരി കർമ്മം രംഗത്തിന് വളരെയധികം സൂക്ഷിക്കണം. ജോലിയൊക്കെ ഉള്ള ആൾക്കാർ, സർക്കാർ ജോലി ആയിക്കോട്ടെ, സ്വകാര്യ ജോലി ആയിക്കോട്ടെ, അങ്ങനെയുള്ള എന്ത് ജോലിയാണെന്നുണ്ടെങ്കിലും അവിടെയൊക്കെ കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്വവും മേലധികാരികളുടെ ഭാഗത്തുനിന്ന് ഇഷ്ടക്കുറവൊന്നും വരാതിരിക്കാൻ വളരെയധികം സൂക്ഷിക്കണം. അതേമാതിരി എഗ്രിമെൻറ്റുകളൊക്കെ ഒപ്പിടുമ്പോൾ, ഞാൻ നാളെ മുതൽ ഇന്നത് ചെയ്തോളാം, അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള എഗ്രിമെൻറ്റുകളൊക്കെ ഒപ്പിടുമ്പോൾ പരമാവധി മിഥുനക്കൂറുകാർ ഈ മാസം ഒപ്പുവയ്ക്കാതിരിക്കുകയാണ് നല്ലത്. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി ചാടിക്കേറി ഇടുത്തിയാട്ട പ്രകാരം ഇപ്പം നേട്ടം ഉണ്ടായിക്കളയാ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അങ്ങനത്തുള്ള ഒപ്പിടൽ കാര്യങ്ങളൊക്കെ വളരെയധികം സൂക്ഷിക്കണം. അതേമാതിരി കണ്ടകശനി കാലങ്ങളും കൂടിയാണ്. എന്നുവെച്ചാൽ 10-ാം ഭാഗത്ത് ശനി സഞ്ചരിക്കുന്ന കാര്യമാണ്. ആ തൊഴിലിനെ പറ്റി കർമ്മരംഗം സൂക്ഷിക്കണം എന്നൊക്കെ പ്രത്യേകിച്ചുള്ള കാര്യം. അപ്പോൾ കണ്ടകശനിക്ക് 10-ാം ഭാഗത്ത് തൊഴിൽ മാത്രമല്ല, ചില അതിനിർണായകമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന സമയം കൂടിയാണ് 10 ശനി സഞ്ചരിക്കുമ്പോൾ. വ്യാഴം 2-ാം ഭാഗത്ത് സഞ്ചരിക്കുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. വ്യാഴത്തിൻ്റെ പോസിറ്റീവ് ഗുണങ്ങളിൽ കൂടെ തന്നെ ആ ശരീരേതായിട്ട് വരുന്നതായിട്ടുള്ള നെഗറ്റീവ് അതൊക്കെ വളരെയധികം കുറയാനൊക്കെ സാധ്യതയുണ്ട്. എങ്കിലും
കണ്ടശനി കാരണം ആണെന്നും കൂടി സൂക്ഷിക്കണം. അപ്പോൾ ഒരുവിധം നല്ല രീതിയിലുള്ളൊരു കുടുംബജീവിതം, അതേമാതിരി തൊഴിൽ ജീവിതം, അതേമാതിരി ബിസിനസ്, അങ്ങനത്തുള്ള കാര്യങ്ങളിലൊക്കെ സാമാന്യമായിട്ടുള്ള പുരോഗതി, മുടങ്ങിക്കിടന്നുകൊണ്ടിരുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇനി തുടങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ കർക്കിടക മാസത്തിൽ ഇപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ എന്താ തുടങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ശാസ്ത്രം പറയുമ്പോൾ മുടങ്ങിക്കിടക്കുന്നതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് തുടങ്ങാനും നല്ല രീതിയിൽ പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരല്പസ്വല്പം പരിഹാരങ്ങളൊക്കെ ചെയ്യണം, നല്ലതാണ്. പരിഹാരം ചെയ്യാന്ന് വെച്ചാൽ ഒന്ന് വ്യാഴപ്രീതി വരുത്തണം. വ്യാഴപ്രീതി വരുത്താൻ വ്യാഴം സർവേശ്വരകാരകനാണ്. ഏത് ദൈവത്തിനെ ഭജിച്ചാലും വ്യാഴപ്രീതി വരും. പക്ഷേ എങ്കിലും വിഷ്ണുവിനെ ഭജിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് ആചാര്യന്മാർ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, തുളസിമാല, ഭാഗ്യസുത്ത പുഷ്പാഞ്ജലി, പാൽപ്പായസ നേദ്യം നടത്തുക. വീട്ടിലുള്ളവരുടെ ഒക്കെ പേരിൽ പുഷ്പാഞ്ജലി നടത്താം. വിളക്ക്, മാല, പായസമൊക്കെ ഒന്നും മതി. അപ്പോൾ കുടുംബത്തിൻ്റെ മൊത്തത്തിലുള്ള വഴിപാടാവും. അതുപോലെ തന്നെ കണ്ടകശനി ഉണ്ടായതിൻ്റെ പേരിൽ ശിവശാസ്ത്ര ഭജനം ഉത്തമം. പരമശിവനെ ശനിയാഴ്ച പോയി തൊഴുത് വിളക്ക്, കൂവളമാല, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, ധാര അതുപോലുള്ള വഴിപാടുകൾ നടത്തുക. അതേമാതിരി 12ാം ഭാഗത്ത് ചൊവ്വ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പേര് ദേവീപ്രീതി നല്ലതാണ്. ദേവീപ്രീതി ഭദ്രകാളിയാണ് ഏറ്റവും കൂടുതൽ നല്ലത്. അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ പോയി തൊഴുവണതും ശത്രു സംഹാര ഗുരുതി പുഷ്പാഞ്ജലി നടത്തണമൊക്കെ അവിടെ നല്ലതാണ്. പൂർണ്ണമായിട്ട് പറയുകയാണെങ്കിൽ വിളക്ക്, മാല, ശത്രു സംഹാര ഗുരുതി പുഷ്പാഞ്ജലി, കടുംബായസ നേദ്യം ഇത്യാദി കാര്യങ്ങളൊക്കെ നടത്തുന്നത് നല്ലതാണ്. എത്ര വലിയ ദുരിതവും കഷ്ടപ്പാടുകളൊക്കെ മാറ്റാൻ കാളി ദേവിക്ക് ഉള്ള മാതിരിയോടൊരു ശക്തിയും കഴിവും അത് പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും. അപ്പോൾ എല്ലാ മിഥുനക്കൂറുകാരായിട്ടുള്ള ഉത്തമ സുഹൃത്തുക്കൾക്കും, അല്ല എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അവരില്ലാത്തവരുടെ ബാക്കിയുള്ളവർക്കും എല്ലാ രീതിയിലുള്ള നന്മകളും ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് നിർത്തുന്നു. ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടകശനി കാര്യമൊക്കെയാണ്. അപ്പോൾ അതിനോട് ജാതക പരിശോധനയൊക്കെ വളരെ വേണ്ടതാണ്. ജാതകം നിങ്ങളുടെ അടുത്തൊക്കെ ഉള്ള ജ്യോതിഷന്മാരാരെങ്കിലും അവരെ കൊണ്ട് കാണിക്കുക. അല്ല ഈ ഞാൻ തന്നെ നോക്കി തരുന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ ഡീറ്റെയിൽസൊക്കെ ഉണ്ടാവും. അവിടെ ഡേറ്റ് ഓഫ് ബർത്ത്, സമയം ഒക്കെ ഇട്ട് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സൗകര്യം പോലെ. ഇപ്പോൾ പലപ്പോഴും ആൾക്കാർ ഇതേമാതിരി പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ വാട്സാപ്പിലേ വരാവുള്ളൂ. വാട്സാപ്പിൽ നിങ്ങളുടെ കാര്യങ്ങൾ, ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം അതുപോലുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ പ്രത്യേകിച്ച് അറിയേണ്ട കാര്യങ്ങളൊക്കെ വാട്സാപ്പുമായിട്ട് ബന്ധപ്പെടുക. സമയം പോലെ എല്ലാ കാര്യത്തിനുമുള്ള കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ചുരുക്കുന്നു.